ഞങ്ങൾക്ക്
शाश्वत
Deva
വിണ്ണവരും മൺമയരും ഘോഷിക്കും
അവന്റെ ദാസ
ശബ്ദത്താൽ സ്തുതിപ്പിൻ, തമ്പുരുകളാലും വീണകളാലും
we know that evil is representing the darkness. So, by lightning, we are giving that Jesus is the light of the world. By we are possessing the light, we are giving the candle with a living candle. We are representing that we are giving this Christ to the world, from the darkness to the light. And we are giving the incense into the pot, means that the Maccabees from the east, they are giving gift to Jesus Christ. So we are giving the gift as a representative. We are presenting, putting the incense into this pot. We are praying that we are also giving gift to Jesus Christ. So, dear brothers and sisters, let's pray together in this ceremony. ചെയ്തു
എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതി സ്തോത്രവും മഹിമയും പുകഴ്ച അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യതയിൽ അദൃശ്യനായ തന്റെ പിതാവിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നവൻ തന്റെയും പിതാവിന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും തിരുവഷ്ടത്താൽ ഉദയം ചെയ്ത് പ്രത്യക്ഷപ്പെടുവാൻ കൃപാപൂർവ്വം തിരുവുള്ളമായി അദൃശ്യനും ലോകങ്ങൾക്ക് അതീതനും സൃഷ്ടികൾക്ക് ഉന്നതനുമായ അവൻ തന്റെ സൃഷ്ടിയുടെ അടുത്തേക്ക് വന്നു. തന്റെ ജനനയുടെ ധന്യമായ മടിയിൽ അവതരിച്ച ശരീരിയും ആത്മീയവുമായ അവൻ ലോകങ്ങൾക്ക് അദൃശ്യനായിരിക്കെ സ്നേഹത്താൽ ജന്മമെടുത്ത സ്ഥലത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി. പരിപൂർണനായ കർത്താവിന് സ്തുതി. അവന് തീരൊഴിച്ചയുടെ സൂക്ഷ്മം നടത്തുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളും കാലങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമെന്ന നിലയിൽ നിത്യനും അനന്തിനുമായിരിക്കെ കാലത്തികവിൽ സാധാരണ മനുഷ്യനെ പോലെ കനിക പ്രസവിച്ച ശിശുവായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. പ്രകാശയുടെ നാഥനായ നീ ഉദരത്തിൽ നിന്ന് സൂര്യനെ പോലെ ശോഭയോടുകൂടി ഉദിക്കുകയും നിന്റെ ശ്രേഷ്ഠമായ ഉദയത്താൽ സരസൃഷ്ടികളെയും പൂർണ്ണമായി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഉദരങ്ങളിൽ ശിശുക്കളെ വളർത്തുന്ന നീ തിരുവിഷ്ടത്താൽ ഉദരത്തിൽ ശിശുവായി തീർന്നു. ദാവീദിനെ സൃഷ്ടിച്ചവനും ലോകങ്ങൾക്കും സൃഷ്ടികൾക്കും മുമ്പിനുമായ നീ പുതുതായി ദാവീദിന്റെ പുത്രയിൽ നിന്ന് കാലപൂർണതയിൽ ജനിച്ചു. തലമുറകളെക്കാളും വംശങ്ങളെക്കാളും പൂർവികനായ നീ കാലത്തികവിൽ ശിശു എന്ന നിലയിൽ ചെറിയവനായി കാണപ്പെട്ടു. ഭൂമിയിൽ മഞ്ഞും മഴയും പെയ്യുന്ന നീ സ്ത്രീയിൽ നിന്ന് മനുഷ്യ രീതിയിൽ മുലപ്പാൽ നുകർന്നു. സുശക്തിയാൽ പർവ്വതങ്ങളെ നിലനിർത്തുന്ന നീ ദരിദ്രനായി കല്ലിടാവിൽ കിടന്നു. ആകാശവിധാനത്തെ സുശക്തിയാൽ വഹിക്കുന്ന നിന്നെ ബാലിക അവളുടെ കൈകളിൽ അനായാസം വഹിച്ചു. ഉജ്ജ്വലപ്രകാശത്താൽ വസിക്കുന്ന നീ ഗീതശീലങ്ങളാൽ എളിയവനെ പോലെ പുതിയപ്പെട്ടു. ക്രോബേന്മാരുടെ മേൽ പ്രബലതയോടെ അരുടനായിരിക്കുന്ന നീ മറിയത്തിന്റെ ഭുജങ്ങളിൽ ശാന്തന്മായി ആഘോഷിക്കപ്പെട്ടു. നിനക്ക് കാദേശ് പാടുവാൻ ശ്രോപ്പന്മാരെ ഉത്തേജിപ്പിക്കുന്ന നിന്നെ ദാവീദിന്റെ പുത്രി താരാട്ടുപാടി താലോലിച്ചു. അങ്കുലി ചലനത്താൽ സൃഷ്ടികളെ നയിക്കുന്ന നീ ബേത്ലഹേമിൽ ശിശുവായി മുട്ടിന്മേൽ നീന്തി. ആകയാൽ ഞങ്ങളുടെ രക്ഷയെ പ്രതി നീ പ്രവർത്തിച്ച അത്ഭുതത്തെ വിസ്മയപൂർവ്വം വീക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള മാനുഷിക വ്യാപാരത്തെ ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ആശ്ചര്യഭരിതരായ ഞങ്ങൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു, ദൈവമേ നീ അത്ഭുതമാകുന്നു എന്ന് എല്ലാവരും പ്രതിവാക്യമായി ഏറ്റുചൊല്ലുക. ദൈവ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ മനുഷ്യനായി തീർന്നതിനാൽ മഹത്വമുള്ളവനായിരിക്കെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ശരീരയായി കാണപ്പെട്ടതിനാൽ ആകാശവും ഭൂമിയും നിന്നാൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കെ നീ ഗുഹയിൽ കിടന്നതിനാൽ സമാരാധ്യനും അപരിമേനുമായിരിക്കെ കന്യകയുടെ മടിയിൽ ഒതുങ്ങിയിരുന്നതിനാൽ ശ്രേഷ്ഠമാമണ്ണം അദൃശ്യവും അവർണ്ണനും ദൈവമായിരിക്കെ മനുഷ്യനായി തീർന്നതിനാൽ മാലാഖമാരും ഇടയന്മാർ വിജ്ഞാനികളെയും നീ ആകർഷിച്ചു. അവർ ഉചിതമായ നിന്റെ ബഹുമാന്യതയെ ആരാധിക്കുവാൻ വന്നതിനാൽ സുജനത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരുടെയും ഇടയിൽ യോഗ്യമായ രമ്യതയും സമാധാനവും നീ വിതച്ചതിനാൽ നിന്റെ ജന്മദിവസത്തിൽ സ്വർഗീയരെയും ഭൗമികരെയും സന്തോഷിപ്പിക്കുകയും അവരുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വേലി പൊളിച്ചുകളയുകയും ചെയ്തതിനാൽ നിന്റെ ആദ്യത്താൽ എല്ലാ ഭാഗങ്ങളും അതിർത്തികളും നിലനിൽക്കെ മാലിക നിന്നെ വഹിച്ചതിനാൽ നിന്റെ ജന്മത്താൽ സർവസ്വർഗീയരും ഭൗമികരും അതിശയിക്കുകയും നിനക്ക് പൂർണ്ണമായ സ്ഥിതി നൽകുകയും ചെയ്തതിനാൽ വിശുദ്ധമായ ജനത്തിലുള്ള ദൂരസ്ഥനെ നീ വിളിക്കുകയും സമീപസ്ഥരോടുകൂടി സമ്മേളിക്കുവാൻ ഇടയാക്കുകയും ചെയ്തതിനാൽ നിന്റെ മനുഷ്യാവതാരത്താൽ പിതാവിനെ സൃഷ്ടികളുമായി അറിമപ്പെടുത്തുകയും ഭൂതലത്തിൽ യോജിപ്പും സമാധാനവും സമൃദ്ധമായി സംസ്ഥാപിക്കുകയും ചെയ്തതിനാൽ നിന്റെ ജനദിവസത്തിൽ സ്വർഗീയ കാഹളമോദിതാവിതന പട്ടണത്തിൽ മിശ്യ കർത്താവിന്റെ രക്ഷകൻ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സത്യമായി ജനിച്ചിരിക്കുന്നു എന്ന് ഇടയന്മാർ പ്രസംഗിച്ചതിനാൽ ജനത്തിൽ അർപ്പണങ്ങളും നിനക്ക് സ്തുതിയും ഭൂമിയിൽ സമാധാനം മനുഷ്യർക്ക് നല്ല ശരണവുമെന്ന് വിസ്മരണീയമായി അറിയിച്ചതിനാൽ നമ്മൾ ഒരുമിച്ച്
പ്രസവിച്ച് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമോ? വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സ്വർഗ്ഗത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശക്തിയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും കാണുന്നുണ്ട്. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഭോഷനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവനും പിതാവും അവൻ എനിക്ക് പുത്രനായിരിക്കും എന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. വീണ്ടും തന്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളവും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ, അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങ് നീതിയെ സ്നേഹിച്ച് അങ്ങയെ വിളിച്ചു. അതിനാൽ അങ്ങയുടെ സ്നേഹിതേക്കാൾ അധികമായി സന്തോഷത്തിന്റെ ധൈര്യം കൊണ്ട് ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, ആദ്യം അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമെത്തും. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവയൊക്കെ നശിക്കും, അങ്ങ് മാത്രം നിലനിൽക്കും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും. മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും. എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഭാവിക്കുമോ? ദൈവത്തിന്റെ ജീവനോദനങ്ങൾ ആദരോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എത്തിച്ചേർക്കപ്പെടണമെന്ന് അഗസ്തസിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേര് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും ദാതാങ്കുട നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തോൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കശ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ോ
ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി യേശു മിശിഹാ എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് വെളുത്തട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സ്നേഹത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. എല്ലാവരും വെച്ചുകൊല്ലുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, നല്ല ശരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, സമാധാനം, നല്ല ശരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, നല്ല ശരണം. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായ ഞങ്ങളും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവിന്റെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവിന്റെയും പരിശുദ്ധയുടെ കൂടെ നിന്റെ വസ്തു വലിപ്പം നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പാവത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമേ നിന്റെ ചെവിയായ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. എന്റെ പിതാവിന്റെ വലതുഭാഗത്തോടിരിക്കുന്നവനെ എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പരിശുദ്ധയുടെ കൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിരുനാമം സ്തുതിക്കപ്പെട്ടത് അനേക സ്തുതികളാ ഭേദപ്പെട്ടതുമാകുന്നു. സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ജീവന്റെ പരിശുദ്ധരൂപായിക്കും ചർച്ചയാകുന്നു. അതെപ്പോഴും എല്ലാ സമയത്തും എന്നാൽ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ട് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ഞങ്ങളോട് നന്ദിയുണ്ടാകണമേ. ഞങ്ങളോട്
അനുഗ്രഹീതം എങ്ങനെ പോണ്ട? അച്ഛനെ ഫോളോ ചെയ്തു. എങ്ങനെ പോണ്ടേ? അച്ഛനെ ഫോളോ വരവിൽ നിന്നോട് വാതൊക്കെ കയറിയിട്ടേ പള്ളിയുടെ വാതൊക്കെ നിൽക്കണം പള്ളിയുടെ. ഓക്കെ. Glory
ഭക്തിമയമായ